അപ്പോൾ IGNT പഠിക്കാൻ വരുന്ന കുട്ടികളോട് എന്തായാലും IGNT വന്നാൽ നിങ്ങൾക്ക് ഒരു സിറ്റി ലൈഫ് എന്തായാലും കിട്ടൂല കേട്ടോ. ഇവിടെ ഉള്ള ഒരു വില്ലേജ് ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇവിടുത്തെ വില്ലേജുകളുടെ അവസ്ഥ കേട്ടോ, ഓരോ വീടുകളൊക്കെ തട്ടാം. ഈ ഒരു മോഡലാണ് അധികം വീട്. ഹോസ്റ്റലിലൊക്കെ സമയത്ത് ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ 2-3 ആൾക്കാരെ വാർഡന്മാർ പൊക്കി അങ്ങനെ ഞങ്ങളെ പുറത്താക്കി ഹോസ്റ്റലിന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്ന് പുറത്തുനിന്ന് അങ്ങനെ പുറത്ത് ഇതേമാതിരത്തെ ഒരു വീട്ടിൽ 2-3 ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓല് നാട്ടിൽ പോയ സമയമാണ്. പൊലിച്ചക്കൊക്കെ എണീച്ച് ബാത്റൂമിൽ പോകാൻ വിട്ടുമ്പോൾ കാട്ടിലാണ് ബാത്റൂമുള്ളത്. അവിടെ നിന്ന് വെള്ളം മുക്കി കൊണ്ടുവന്ന് അവിടെ പോയി നമ്മൾ ബാത്റൂമിൽ പോകണം. വില്ലേജുകൾ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി സുന്ദരമായ കാഴ്ചകൾ ഇങ്ങനെ കാണട്ടാ. അവിടെ ഒരു പപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയൊക്കെ ദിൽഷാണ്ട് കേട്ടോ. അവിടെ ദിൽഷാ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തെങ്കിലും എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നുണ്ട്. അപ്പോൾ മക്കളെ, കർണി സ്റ്റോറീസിൻ്റെ IGNT വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ടിൻ്റെ മാത്രം നമ്മളെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിൻ്റെ ക്യാമ്പസിന് പുറത്താട്ടോ, ലാൽപൂർ വില്ലേജിലാണ്. ഇതാണ് ക്യാമ്പസിന് പുറത്തുള്ള അവസ്ഥകൾ. അപ്പോൾ ഇവിടുത്തെ പുറത്തുള്ള ഈ ഒരു അവസ്ഥകളും ഇവിടുത്തെ ഷോപ്പ് കാര്യങ്ങൾ എന്തൊക്കെ ഇവിടെ കിട്ടും, അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ വില്ലേജുകളുടെ കാഴ്ചകൾ, ഓരോ വീടുകളും അതേപോലെ തന്നെ ഗ്രാമങ്ങളൊക്കെ കാഴ്ചകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരും ലാസ്റ്റ് ആരും സ്കിപ്പ് ചെയ്യരുത്, മൊത്തമായിട്ട് കാണാം. ഇന്ന് എന്തായാലും നമ്മളിവിടുത്തെ കാഴ്ചകൾ, ഈ ഒരു ലാൽപൂർ വില്ലേജിലെ കാഴ്ചകളും വീടുകളുടെ അവസ്ഥകളും ഇവിടുത്തെ ട്രൈബൽസിൻ്റെ കാഴ്ചകൾ, അവരുടെയൊക്കെ ഓരോ കാഴ്ച നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തും. നമ്മൾ ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, നമുക്ക് പോയേക്കാം. അപ്പോൾ IGNT പഠിക്കാൻ വരുന്ന കുട്ടികളോട് എന്തായാലും IGNT വന്നാൽ നിങ്ങൾക്ക് ഒരു സിറ്റി ലൈഫ് എന്തായാലും കിട്ടൂല കേട്ടോ. ഇവിടെ ഉള്ള ഒരു വില്ലേജ് ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗേൾസിന് പുറത്തിറങ്ങാൻ പറ്റില്ല, ചെക്കന്മാരോട് പറയാനുള്ളൂ. ചെക്കന്മാർക്ക് ഇവിടെ വന്നാൽ എന്തായാലും ഇവിടുത്തെ പുറത്തുള്ള ഈ ഒരു വില്ലേജിൻ്റെ കാഴ്ചകളും മലകൾ, ട്രൈബൽസിൻ്റെ ഏരിയകൾ, ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു സിറ്റി ലൈഫ് പ്രതീക്ഷിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട, IGNTയിലേക്ക് വരണ്ട. പിന്നെ ഇതിൻ്റെ പുറത്ത് പറഞ്ഞാൽ നമുക്ക് വലിയ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടൽ അങ്ങനത്തെ ഹോട്ടലൊന്നും ഇല്ല. ചെറിയ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. വലിയ ഹോട്ടലായിട്ട് പറയാൻ പറ്റിയ വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ആകെ 3 ബിരിയാണി ഷോപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എന്താണ് ബീഫും സംഭവങ്ങളൊന്നും കിട്ടില്ലല്ലോ, ചിക്കൻ ബിരിയാണി മാത്രം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നാട്ടിലത്തെ പൊറാട്ട കിട്ടും ഇവിടെ ഷോപ്പിൽ. ആകെ 3 ബിരിയാണി ഷോപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ചെറിയ ചെറിയ മെസ് ഷോപ്പുകളുണ്ട്. ചോറ് മാത്രം കിട്ടുന്ന താലി ചപ്പാത്തി ഒക്കെ കിട്ടണം, മാഗി കാര്യങ്ങളൊക്കെ കിട്ടണം, ചെറിയ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് സാധനങ്ങൾ വാങ്ങാം, അതിനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ വലിയ ഷോപ്പ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഒരു സിറ്റി ലൈഫ് നമുക്ക് ഇവിടെ ഒന്നും എന്തായാലും കിട്ടില്ല. ഈ ഒരു പീസ്ഫുള്ളായിട്ടുള്ള എന്താ ഇപ്പോൾ നല്ല കോട മൂടിയ സമയം കേട്ടോ, നല്ല മഴയും കോടൊക്കെ ഉണ്ട്. നിങ്ങൾ മലകളൊക്കെ കാണാൻ പറ്റും ബാക്കിൽ. ഈ ഒരു സമയത്ത് നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു അവസ്ഥ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടുത്തെ വില്ലേജൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. ഇവിടുത്തെ ആൾക്കാരും മനുഷ്യന്മാരും ഒക്കെ പിന്നെ ഈ ഒരു പുറത്തുള്ള കാഴ്ചകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. ചായ, നമ്മളെ നോർത്തിലെ ചായ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കാരണം, പക്ഷെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും കേരളത്തിലെ ആ കാര്യം കേട്ടോ, ടേസ്റ്റും അതുപോലെ കേരളത്തെ കടിയൊന്നും കിട്ടൂല, നല്ല പക്കവട കിട്ടൂല. പിന്നെ ഉരുളക്കിഴങ്ങ് സമൂസ, പിന്നെ എന്താ വെച്ചാൽ പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ റൂമുകളുണ്ട്. നമുക്ക് ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ എന്താണ് പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ റൂമുകൾ, ഇപ്പോൾ ഒരുപാട് റൂമുകൾ പണി നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ റൂമുകൾ മാത്രം നമുക്ക് ഇവിടെ ഉള്ളൂ. പുറത്ത് റൂമുകൾ കുറവാണ്. ഇവിടെ വന്നാൽ എല്ലാവർക്കും ഹോസ്റ്റൽ കിട്ടണമെന്നില്ല. അപ്പോൾ എന്താണ് നമുക്ക് ഈ പുറത്ത് ചെറിയ ചെറിയ റൂമുകളൊക്കെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. കുറേ റൂമുകളുണ്ട്. എന്നാലും നമ്മളൊക്കെ വന്ന സമയത്ത് എനിക്ക് ഹോസ്റ്റൽ ഇല്ലാത്തതുകൊണ്ട് കുറേ റൂം തപ്പി പിടിച്ച് പക്ഷേ കിട്ടിയില്ല. പിന്നെ കുറേ റൂമിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് നമ്മൾ തപ്പണം, കുറേ തപ്പിയാലേ നമുക്ക് റൂം കിട്ടുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഹോസ്റ്റലിൽ ചെക്കന്മാർക്ക് കിട്ടാൻ പാടാം. കുറച്ച് ആൾക്കാർക്ക് വരുന്നതിൽ ഒരു 10-20 ആൾക്കാർക്ക് കിട്ടുള്ളൂ, ബാക്കി ആർക്കും കൂടെ കിട്ടുമല്ലോ ഹോസ്റ്റൽ. പുറത്തുള്ള ഒരു റൂമിൻ്റെ ഓരോ റൂമുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 4000-5000 രൂപയ്ക്ക് വരും കേട്ടോ റെൻറ്റ് ഒരു മാസത്തിന്. 3-4 ആൾക്കാർക്കൊക്കെ ആയിട്ട് നിൽക്കാം ഓരോ റൂമിൽ. ഇവിടുത്തെ വില്ലേജുകളുടെ അവസ്ഥ കേട്ടോ, ഓരോ വീടുകളൊക്കെ തട്ടാം. ഈ ഒരു മോഡലാണ് അധികം വീട് ഉണ്ടാവല്.
ഇങ്ങനെ വില്ലേജ് ലൈഫ് ഇങ്ങനെ നോക്കി നോക്കാം. ഇപ്പോഴത്തെ വില്ലേജുകൾ, വീടുകളൊക്കെ, കാഴ്ചകൾ ഒരു 1800-ലൊക്കെ 1900-ലൊക്കെ പോയ ലുക്കാട്ടോ അവിടെ ഇപ്പോഴും. കണ്ടോ, നല്ല അടിപൊളി വീടൊക്കെയാണ്, അടിപൊളി നല്ല അടിപൊളി ലുക്ക് വീടുകളാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല ചാണം തേച്ച് ഉറപ്പിച്ച വീടുകൾ. ഈ ഒരു സെറ്റപ്പാണ് അധികം എല്ലാ വീടും ഇവിടെ. ഈ ഒരു വഴിക്കൂടെ ഇങ്ങനെ വെറുതെ നടന്നു നോക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. വീടുകളൊക്കെ അവസ്ഥയൊക്കെയാണ്. ഒരു 1800, 1900 ആ ഒരു സെറ്റപ്പിലാണ് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താ രസം കാണാൻ. നമ്മളെ നാട്ടിൽ പോയപ്പോൾ ഇങ്ങനത്തെ വീട് കാണാൻ പറ്റും. നമുക്ക് ഒരു വീടുമില്ല കേരളത്തിലൊക്കെ. ഇതിപ്പോൾ സെറ്റപ്പല്ലേ, പക്ഷേ കാഴ്ച അടിപൊളിയാട്ടോ ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ, ആളുകളുടെ ജീവിത രീതി, ലൈഫ്. പിന്നെന്താ വെച്ചാൽ ഇവിടുത്തെ ആളുകൾ അധികം ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്ന പറഞ്ഞാൽ കൂടുതലും പശു വളർത്തൽ, അതേപോലെ തന്നെ കൃഷി, നമ്മളെ നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ കടുക് പാടങ്ങൾ, കമ്പം, ഇങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ട്രൈബൽസ് ഇവിടെ ജീവിക്കുന്നത് കേട്ടോ. ഒരു മെയിൻ കൃഷിയാണ് ഇവിടെ. അതേപോലെ തന്നെ പശു വളർത്തലും ഇങ്ങനത്തെ പശു വളർത്തൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ. നല്ല അടിപൊളി വഴിയും റൂട്ടൊക്കെ ഇങ്ങനെ കാണാം. എന്താ രസമല്ലേ, അടിപൊളിയാട്ടോ. നമ്മൾ ഈ ഒരു വില്ലേജ് ലൈഫാണ്. വില്ലേജുകൾ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി സുന്ദരമായ കാഴ്ചകൾ ഇങ്ങനെ കാണാട്ടോ. എന്താ രസം, ഓരോ വഴികളും വീടുകളും ഇഷ്ടമാണ്. ഇതെന്താ ഒരു കായ് കാണുന്നുണ്ട്, എന്താ അറിയില്ല, കണ്ടിട്ട് എന്തോ ചാമ്പക്ക, വലിയ ചാമ്പക്ക വന്നിട്ടുണ്ട്. എന്തൊക്കെ കായ്കളുണ്ട് ആ ബാക്കിലേക്ക് ആയിട്ട്. ആക്കണ ആലാട്ടോ, നല്ല വൈക്കോല്, ഇതിനടി പശുവിനെ കെട്ടിയിടാണ്ട് അത് തിന്നാൻ കൊടുക്കുന്ന ഒരു സംഭവം, ഒരു ആലമാതിരി. ഇവിടെ മെയിൻ പശു വളർത്തലാണ് ഇവർക്ക്. പശു, എരുമ, പോത്ത് ഒക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും ഓരോ ആല ഉണ്ടാവും പശുവിനെ കെട്ടിയിടാൻ പറ്റിയ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു IGNTയുടെ അടുത്തുള്ള വില്ലേജുകളിലൂടെ അങ്ങനെ ഇറങ്ങി നടന്നാൽ നമുക്ക് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അവിടുത്തെ ആളുകളെ അവരെ കൃഷി ചെയ്യുന്ന രീതിയും അവരുടെ ജീവിത രീതിയും കൾച്ചറൊക്കെ നമ്മളെ നാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറല്ലാട്ടോ ഇവിടെ ഉള്ളത്. കാരണം എന്തുകൊണ്ട് വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പുറത്ത് ഇവിടെ ഇതേപോലത്തെ ഒരു വീട്ടിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഒരു മാസം അടിപൊളിയായിരുന്നു. ആ ഒരു മാസം നിന്നത് അടിപൊളി ഒരു വീട്ടിൽ നിന്ന് ലൈഫ് കിട്ടിയത്. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ലൈഫാണ് പുറത്ത് നിന്നപ്പോൾ കിട്ടിയത്. ചങ്ങായിമാർ എനിക്കൊന്നും ഹോസ്റ്റൽ കിട്ടിയില്ല. അപ്പോൾ ഞാനൊക്കെ നിന്നത് തന്നെ ഹോസ്റ്റലിലാണ്. കാണാതെയാണ് ഒരു വർഷം നിന്നത്. ഈ വർഷം കുറേ ഹോസ്റ്റലിൽ നിന്നത്. അങ്ങനെ ഹോസ്റ്റലിലേക്ക് സമയത്ത് ഞങ്ങൾ പിടിച്ച്, ഞങ്ങൾ 2-3 ആൾക്കാരെ വാർഡന്മാർ പൊക്കി, അങ്ങനെ ഞങ്ങളെ പുറത്താക്കി ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്ന് പുറത്തുനിന്ന് അങ്ങനെ പുറത്ത് ഇതേമാതിരത്തെ ഒരു വീട്ടിൽ 2-3 അക്കന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓല് നാട്ടിൽ പോയ സമയമാണ്. അങ്ങനെ ഞങ്ങൾ ഇതേപോലത്തെ ഒരു വീട് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടെ പോയി നിന്ന്. കാരണം അടിപൊളി ലൈഫ് തന്നെ ആയിട്ട് ഒരു മാസം അവിടെ നിന്നത്. കാരണം എന്താണ്, വെള്ളം പോയി കിണർന്ന് മുക്കി കൊണ്ടുവരണം. ആ ഒരു 1900-ലുള്ള ലൈഫ് ഞങ്ങൾക്ക് ആസ്വദിക്കുക ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം പോയി മുക്കി കൊണ്ടുവരണം, കുളിക്കാൻ കിണറിൽ പോയി കുളിക്കണം. പണ്ടൊക്കെ എന്നോ ചെറുപ്പകാലത്താണ് കിണറിലൊക്കെ പോയി നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മളെ കുളിപ്പിച്ച് ആ ഒരു ഫീലിംഗ്. കാരണം കിണർ പോയി കുളിക്കുക, രാവിലെയൊക്കെ പൊലച്ചക്കൊക്കെ എണീച്ച് ബാത്റൂമിൽ പോകാൻ മുട്ടുമ്പോൾ കാട്ടിലാണ് ബാത്റൂമുള്ളത്. അവിടെ നിന്ന് വെള്ളം മുക്കി കൊണ്ടുവന്ന് അവിടെ പോയി നമ്മൾ ബാത്റൂമിൽ പോകണം. ആ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം കറണ്ട് പറഞ്ഞാൽ ചെറിയ രൂപത്തിലാണ് കറണ്ട് കിട്ടിയത് തന്നെ. നമ്മളൊന്നും വർക്ക് ചെയ്യില്ല, ലൈറ്റും കാര്യങ്ങളും മാത്രം. പിന്നെ ആ ഒരു തണുപ്പുള്ള സമയത്തായിരുന്നു, വിൻ്റർ സമയത്തായിരുന്നു ഞങ്ങൾ പുറത്താക്കിയതും റൂമിൽ വന്നത്. അപ്പോൾ നല്ല തണുപ്പ്, ഉള്ളിൽ കയറിയ വേറെ തന്നെ ഒരു ഫീലിംഗ് വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ. ഒന്നാന്ന് വെച്ചാൽ ചാണകം കൊണ്ടാണ് ഓരോ വീട് ഇവിടെ പണിതുണ്ട് കേട്ടോ. എന്താ ഇതൊക്കെ ചാണകം തേച്ചാണ് ഉണ്ടാക്കിയതാണ്. വീടിൻ്റെ ചുമരാണെങ്കിലും മെല്ലുവാണെങ്കിലും ചാണകമാണ്. ഇതിനുള്ളിലേക്കാണ് കയറിയാൽ നമ്മളെ വീട് പറഞ്ഞാൽ ഉള്ളിൽ കയറിയാൽ നടുമുറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ 3 റൂമുകൾ, 3-5 റൂം, ഒറ്റ റൂമാണ് ഉണ്ടായിരുന്നുള്ളൂ ഫുള്ള്. കാരണം ട്രൈബൽസ് പറഞ്ഞാൽ ആ പണ്ട് കാലത്ത് ചാണകം തേച്ച് ഉണ്ടാക്കിയ വീടുകളാണല്ലോ. കാലാണ് കേട്ടോ പോലെ ഈ വീടിൻ്റെ ആരാണ് ചാണകമാണ് ഇങ്ങനെ വരുന്നത്. ആ ഒരു സെറ്റപ്പ് കേട്ടോ. ഒരുത്തങ്ങനെ ഇവിടെ നോക്കുന്നുണ്ട്, ഒരു കുഞ്ഞാപ്പി. ഓന് കുറേ നേരം അങ്ങനെ പോകെടുക്കാൻ നോക്കണേ. ഇങ്ങനെ പോയേക്കാം ഈ ഒരു വഴികളിലൂടെ ഇങ്ങനെ പോയേക്കാം. ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ അടിപൊളി.
നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങലുണ്ട്. അപ്പം ഇന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരണം വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാ. നോക്കിയാളെ വീടിൻ്റെയൊക്കെ സെറ്റപ്പ് നോക്കിയാളെ ഏതാ അറിയോ ഉണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ ആലാണ്, പശു വളർത്തുന്നതും അടിപൊളിയാണ്. ഇങ്ങനെ പോയേക്കോ ഓരോരുത്തർ. അവിടെ ഒരു പപ്പ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ പോയേക്കാം. ദിൽഷാൻ ഉണ്ട് കേട്ടോ അവിടെ. ദിൽഷാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തെങ്കിലും എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നുണ്ട്. അതൊന്ന് പോയേക്കാം. ചെക്ക് എന്തെന്ന് അറിയില്ല. ഇതെന്താ പറയണേ? ദിൽഷാൻ എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നുണ്ട് മൂപ്പരോട്. നോക്കിയാള് ഏതാ അടിപൊളി. നോക്കി ഓരോ വീടിന് സെറ്റപ്പും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇവിടെയൊക്കെ വന്നിങ്ങനെ ഒരു ആ ഒരു പീസ്ഫുള്ളും ഈ ഒരു നല്ലൊരു കാലാവസ്ഥയും ശരിക്കും പറഞ്ഞാലും അടിപൊളി കേട്ടോ. ഒന്നും പറയാല്ല.